ഏകദേശം 600 വർഷങ്ങൾക്കു ശേഷമുള്ളൊരു തലമുറയാണ് കഥയുടെ ആരംഭത്തിൽ കാണുന്നത്. പഴയ കൊട്ടാരമെല്ലാം വളരെ കാലം മുമ്പ് തന്നെ നശിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ രാജ്ഞിയുടെ പ്രതിമ മാത്രം അവിടെ ബാക്കിയായിരുന്നു. പുതിയ തലമുറയിലെ ആളുകൾ ആ ശില്പത്തെ ശ്രദ്ധിച്ചിരുന്നില്ല. വളരെ കുറച്ച് ആളുകളുടെ മനസ്സിൽ മാത്രമേ രാജ്ഞിയുടെ ഓർമ്മ നിലനിന്നിരുന്നത്. അത് അവർക്ക് തങ്ങളുടെ പൂർവികന്മാരിൽ നിന്ന് ലഭിച്ച അറിവായിരുന്നു. അവരെപ്പോഴും ആ ശില്പത്തിൻ്റെ താഴെ ഒരു വിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. അന്ന് ആ ദ്വീപിൽ വളരെ മോശമായൊരു ഭരണമാണ് നടത്തിയിരുന്നത്. അഴിമതിയും ചതിയും വഞ്ചനയുമെല്ലാം ആ സമൂഹത്തിലുണ്ടായിരുന്നു. പണമുള്ളൊരു ചെറിയ വിഭാഗം പാവപ്പെട്ട ഒരു വലിയ വിഭാഗത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു. സൈന്യവും സമ്പത്തും അധികാരവുമെല്ലാം ഈ പ്രഭുക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ ഒരു സമൂഹത്തിലാണ് നമ്മുടെ കഥാനായകനായ വാൾക്കർ ജനിക്കുന്നത്. അവൻ്റെ അച്ഛൻ സൈന്യത്തിലായിരുന്നു. തന്നെ പോലെ തന്നെ തൻ്റെ മകനെയും ഒരു ധീരയോദ്ധാവാക്കാനായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അവന് ആയോധന കലയിൽ വലിയ പരിശീലനം നൽകിയിരുന്നു. അവന് പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഒരിക്കൽ അവൻ ഗ്രാമത്തിനകത്തുള്ളൊരു ചെറിയ വായനശാലയിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. അവൻ കുറച്ചു നേരം മടുപ്പ് തോന്നുകയുണ്ടായി. അവൻ ഉടനെ തന്നെ ആ പുസ്തകം ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചു. പെട്ടെന്നാണ് അവൻ അത് ശ്രദ്ധിച്ചത്. ഷെൽഫിൻ്റെ അടിയിൽ ഒരു പഴകിയ പുസ്തകം ഇരിക്കുന്നതായി അവൻ കണ്ടു. അവനത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ആ പുസ്തകത്തിനകത്ത് എന്തായിരിക്കുമെന്നറിയാൻ അവൻ്റെ ഉള്ളിൽ ആകാംക്ഷയുണ്ടായി. പതിയെ അവനത് തുറന്നു നോക്കി. അതിൻ്റെ ആദ്യ പേജിൽ തന്നെ ഒരു വലിയ ശീർഷകം അവൻ കണ്ടു: ഹിസ്റ്ററി ഓഫ് മൈത്തേരിയ. പക്ഷേ അവൻ അതെന്താണെന്ന് മനസ്സിലായില്ല. അവൻ അത് ആ ഷെൽഫിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. അവൻ വീട്ടിലെത്തിയതിനു ശേഷം അമ്മയോട് താൻ വായനശാലയിൽ കണ്ട ആ പുസ്തകത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അമ്മ ആ സമയത്ത് തൻ്റെ കുഞ്ഞനിയത്തിയായ ലിസയെ താരാട്ടുപാട്ട് പാടി ഉറക്കുകയായിരുന്നു. അമ്മ അവനോട് പറഞ്ഞു: മോനെ, ഈ ദ്വീപിൻ്റെ പഴയ പേരാണ് മൈത്തേരിയ. അന്ന് നല്ല സമാധാനത്തോടു കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. അവർക്ക് ഈ ദ്വീപിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അന്ന് തുല്യരായിരുന്നു. മൃഗങ്ങളും പക്ഷികളും മന്ത്രവാദികളും മനുഷ്യരുമെല്ലാം വളരെ സമാധാനത്തോടു കൂടിയാണ് അന്ന് ജീവിച്ചിരുന്നത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. അന്ന് ഈ ദ്വീപിനെ ഭരിച്ചിരുന്നത് ഒരു രാജകുമാരിയായിരുന്നു. എലാര എന്നായിരുന്നു അവരുടെ പേര്. ചെറിയ പ്രായത്തിൽ തന്നെ അവളുടെ അച്ഛനെയും അമ്മയെയും ചില ദുഷ്ടശക്തികൾ ശാപത്തിനിരയാക്കി നശിപ്പിക്കുകയുണ്ടായി. കാരണം അവർക്കറിയായിരുന്നു ഇവളൊരു സാധാരണ രാജകുമാരിയല്ലെന്ന്. അവൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ജീവിച്ചിരുന്ന മന്ത്രവാദികൾ അവളോട് പറഞ്ഞു: നീ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. നിനക്ക് ഈ ദ്വീപിനെയും ഇവിടുത്തെ ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ കഴിയും. അങ്ങനെ മന്ത്രവാദികളുടെ അടുക്കൽ നിന്നും അവൾക്ക് ഒരുപാട് മാന്ത്രിക ശക്തികൾ ലഭിക്കുകയുണ്ടായി. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുകയുള്ളൂ. പിന്നീട് അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്താണെന്ന് ആർക്കും അറിയില്ല. ഇതെനിക്ക് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നതാണ്. അമ്മയുടെ വാക്കുകൾ അവൻ്റെ മനസ്സിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയുണ്ടായി. ആ ദ്വീപിൻ്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചറിയാൻ അവന് വലിയ താല്പര്യമുണ്ടായി. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അമ്മ പറഞ്ഞ ആ ദ്വീപിൻ്റെ പഴയ കഥയായിരുന്നു. ഉറക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ടു. ഈ ദ്വീപിലുള്ള എല്ലാവരും വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. അതിൻ്റെ കാരണം പുതിയൊരു രാജാവും രാജകുമാരിയുമായിരുന്നു. പക്ഷേ അവരുടെ മുഖങ്ങൾ അവൻ്റെ മനസ്സിൽ വ്യക്തമായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ അവനൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടാണ് എണീറ്റത്. രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പാവപ്പെട്ട ജനങ്ങളുടെ ഭക്ഷണത്തിൻ്റെ പങ്ക് കുറക്കുകയുണ്ടായി. അതിനെതിരെ പ്രതികരിച്ചവരെല്ലാം ആ ഭരണകൂടം തടവിലാക്കുകയുണ്ടായി. അവൻ്റെ വീട്ടിൽ അന്ന് പട്ടിണിയായിരുന്നു. വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടുത്തെ സൈനികർക്കിടയിൽ ഒരു വേർതിരിവുണ്ടായിരുന്നു. തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു വിഭാഗവും അതുപോലെ പണവും പ്രശസ്തിയുമുള്ള മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്നു. എണ്ണത്തിൽ കൂടുതൽ പാവപ്പെട്ട സൈനികരായിരുന്നു. പക്ഷേ അവരെ നിയന്ത്രിച്ചിരുന്നത് ഈ പണവും പ്രശസ്തിയുമുള്ള ഒരു വിഭാഗമായിരുന്നു. അവർ മറ്റുള്ളവരെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നു. അതിനു പകരമായി ചെറിയൊരു ശമ്പളമാണ് അവർക്ക് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവരുടെ ധൂർത്ത് കാരണം
രാജ്യത്തുള്ള ഖജനാവിൽ വലിയ ഇടിവ് സംഭവിക്കുകയുണ്ടായി. ഭക്ഷ്യധാന്യങ്ങളുടെ എണ്ണത്തിൽ ചെറിയ കുറവ് സംഭവിച്ചു. പക്ഷേ അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതിലും അപ്പുറമുണ്ടായിരുന്നു. എന്നാൽ വഞ്ചനയിലൂടെയും ചതിയിലൂടെയും ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആ ഭരണകൂടം അതിന് തയ്യാറായില്ല. അവർ ചെറിയ അളവിലുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമേ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുള്ളൂ. ബാക്കിയെല്ലാം അവരുടെ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയുണ്ടായി. വാൾക്കറിൻ്റെ അച്ഛൻ അവൻ്റെ ചില സുഹൃത്തുക്കളായ സൈനികരുടെ കൂടെ കൊട്ടാരത്തിലെ നിലവറയിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കാൻ വേണ്ടി പോയി. അവർക്ക് അതല്ലാതെ വേറൊരു നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരെ കൊട്ടാരത്തിലെ ചില ഭടന്മാർ പിടിക്കുകയും വഞ്ചനാ കുറ്റത്തിന് ജയിലിലടക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവന് തൻ്റെ അച്ഛനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഉള്ളിൽ അത് വലിയൊരു വേദന സൃഷ്ടിച്ചു. അവൻ അതിൽ നിന്ന് സുഖപ്പെടാൻ ഒരുപാട് മാസങ്ങളെടുത്തു. എങ്കിലും അവന് തൻ്റെ അച്ഛനെ കാണാതെ ജീവിക്കാൻ വയ്യായിരുന്നു. അവൻ്റെ അമ്മയും വല്ലാതെ തളർന്നു പോയിരുന്നു. അവൻ അച്ഛൻ്റെ ഓർമ്മകൾ മനസ്സിലേക്ക് വരുവാൻ വേണ്ടി അച്ഛൻ്റെ മുറിയിലേക്ക് പോവുകയുണ്ടായി. അവൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ പതിയെ വരാൻ തുടങ്ങി. ആ മുറിക്കകത്ത് അച്ഛൻ്റെ ഒരു വസ്ത്രമുണ്ടായിരുന്നു. അവനത് കയ്യിലെടുത്തു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ആ വസ്ത്രത്തിൻ്റെ കീശയിൽ ഒരു കടലാസ് കഷ്ണമുണ്ടായിരുന്നു. വളരെ ഭദ്രമായി അത് മടക്കി വെച്ചിരുന്നു. അവനത് തുറന്നു നോക്കി. അതിലെന്തോ എഴുതിയിരുന്നു. അവനത് വായിച്ചു. മോനെ, ഇത് നിനക്ക് വേണ്ടി നിൻ്റെ അച്ഛൻ എഴുതുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ കൊട്ടാരത്തിലെ ഖജനാവിൽ നിന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ എടുക്കാൻ പോവുകയാണ്. കൂടെ എൻ്റെ ചില സുഹൃത്തുക്കളുമുണ്ട്. കുറച്ചധികം ഭക്ഷണ സാധനങ്ങൾ കിട്ടിയാൽ നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരുപാട് പേരുടെ വിശപ്പ് മാറും. പക്ഷേ ആരും ഈ ദൗത്യത്തിന് മുന്നോട്ട് വരുന്നില്ല. അവരുടെ ഉള്ളിലെല്ലാം ഭയമാണ്. അവർക്കറിയില്ല തങ്ങളാണ് ഈ ദ്വീപിലെ വലിയ സമൂഹമെന്നും തങ്ങളിപ്പോൾ ചൂഷണത്തിലൂടെയാണ് ജീവിക്കുന്നതെന്നും. അവരുടെ ഉള്ളിലെ ഭയം കാരണം അവർക്കത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. എനിക്കൊരു തിരിച്ചുവരവിനി ഉണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. അവസാനമായി എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ എന്നെപ്പോലെ തന്നെ നല്ലൊരു യോദ്ധാവായി മാറണം. ആരുടെ മുന്നിലും പതറരുതേ. നിനക്ക് ഈ രാജ്യത്തിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയണം. നീ അവരിൽ ഒരാളായിരിക്കണം. അധികാരത്തിൽ നീ എത്തിയാൽ പോലും ധൂർത്തും ആഡംബരവും നീ കാണിക്കരുതേ. ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കുക. നീ ഒരു ധീരയോദ്ധാവായി മാറണം. അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. ഇത്രയും കാര്യങ്ങളാണ് ആ കടലാസ് കഷ്ണത്തിൽ എഴുതിയിരുന്നത്. അച്ഛൻ്റെ ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ ഒരു തീനാളം സൃഷ്ടിച്ചു.